നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചൂടുള്ള സൂപ്പാ. സിദ്ധുവിന്റെ ദേഹത്ത് വീണാ പൊള്ളും. ഏയ് അതൊന്നും ഉണ്ടാവില്ല മാഡം. കുട്ടന്റെ ദേഹത്ത് വീഴാതെ ഞാൻ നോക്കിക്കോളാം. ഒരു പണി കൊടുത്താലോ? സൂപ്പ് സിദ്ധുവേട്ടന്റെ ദേഹത്ത് വീണ ജാനകിയമ്മയും മുത്തശ്ശിയും കൂടി ഇവിടെ കൊല്ലും. അങ്ങനെ നോക്കിക്കൊള്ളാന്ന് ദേവിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നല്ലേ എന്റെ അർത്ഥം. നീ എന്തായാലും ചെല്ല്. ശരി. സിദ്ധുവിന്റെ ശബ്ദം കേൾക്കുന്നത്? അതെ കുട്ട. എന്താ കുട്ട? വെള്ളം പൊള്ളി. അയ്യോ, ആ അത് ശരി. ഹോട്ട് വാട്ടറിന്റെ ടാപ്പ് തുറന്നല്ലേ? അതുകൊണ്ടല്ലേ ചൂടുവെള്ളം വന്നത്. വെള്ളത്തിന്റെ ചൂട് അധികമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ദാ ഇത് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കണം. അപ്പൊ തണുത്ത വെള്ളം വരും. കണ്ടോ? ദാ ഇപ്പൊ ചൂട് കുറവില്ലേ നോക്കിയേ, ലൈറ്റ് ആയിട്ട്. കണ്ടോ? എന്നാ കുളി നടക്കട്ടെ. മോളെ, കുട്ടൻ എവിടെ? അവൻ എന്താ പറ്റിയേ? അവൻ നിലവിളിക്കുന്ന കേട്ടല്ലോ. കുട്ടൻ കുളിക്കുവാ. തനിച്ചോ? അതും ശീലിക്കണമല്ലോ. എല്ലാ കാര്യത്തിനും എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടി വന്ന കുട്ടന് സ്വയം ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും കുട്ടൻ മറന്നുപോകും. അത് ചെയ്യാൻ കുട്ടന് സാധിക്കാതെ വരും. അതുകൊണ്ട് സകലതിനും കുട്ടനെ സഹായിക്കാൻ മുതിരാതെ കഴിയുന്നതും കുട്ടനെ കൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അപ്പോ കുട്ടൻ കുറെയൊക്കെ നോർമലാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ, ദേവിക പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, അപ്പൊ അവൻ നിലവിളിച്ചതോ? ഒന്നുമില്ല. കുളിക്കുന്നതിനിടയില് കുട്ടൻ ഹോട്ട് വാട്ടറിന്റെ ടാപ്പ് തുറന്നു. ആ വെള്ളം എടുത്ത് ദേഹത്തൊഴിച്ചു. ചൂടുവെള്ളം ദേഹത്ത് വീണപ്പോഴാ കുട്ടൻ നിലവിളിച്ചത്. ഞങ്ങള് പേടിച്ചുപോയി. അല്ല, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ടാപ്പ് എങ്ങനെയാ തുറക്കണ്ടെന്നൊക്കെ ഞാൻ കുട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മലകെ അമ്മേ, ഞാൻ കുളിച്ചു. ഞാൻ തനിച്ചാ കുളിച്ച, അറിയോ? ആ, ആണോ? മിടുക്കനാണല്ലോ അമ്മയുടെ മോൻ. ദേ, തലയൊക്കെ നന്നായി തോർത്തിയേ. ഇനി സിദ്ധു ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഞാൻ വേഗം വരാട്ടോ. സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാൻ കുട്ടനെ നമ്മളെ പരിശീലിപ്പിച്ച കുട്ടന്റെ അസുഖം കുറെയൊക്കെ മാറുമെന്നാ എന്റെ ഒരു വിശ്വാസം. ഞങ്ങൾക്കും അത് തന്നെയാ ശരിയെന്ന് തോന്നുന്നുണ്ട്, അല്ലേ മഹേട്ടാ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് ശരിയാ. ഇനി ഒന്നും പറയാനില്ല. ദേവികയുടെ യുക്തിക്കനുസരിച്ച് സിദ്ധുവിനെ പരിചരിച്ചു. മഹേട്ടാ, കുട്ടനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി എടുക്കണം. കഴിച്ചേ, ഇതും കൂടി കഴിക്കേ.
അയ്യോ, നല്ല ചൂട്. നല്ല ചൂടുണ്ടായിരുന്നോ? ആവശ്യത്തിന്. അതിനാണ് ബഹളം കൂട്ടിയത്. ചൂടുണ്ട്. അപ്പൊ തണുപ്പിച്ച് തന്നാ മതിയോ? തണുത്താ സൂപ്പ് കുടിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തണുക്കണ്ട, ഇത് മതി. ഞാൻ കുടിച്ചോട്ടെ. അത് ദേവികെ സൂക്ഷിച്ചു വേണം. ചൂടുള്ള സൂപ്പാ. സിദ്ധുവിന്റെ ദേഹത്ത് വീണാ പൊള്ളും. ഏയ്, അതൊന്നും ഉണ്ടാവില്ല മാഡം. കുട്ടന്റെ ദേഹത്ത് വീഴാതെ ഞാൻ നോക്കിക്കോളാം. ഒരു പണി കൊടുത്താലോ? സൂപ്പ് സിദ്ധുവേട്ടന്റെ ദേഹത്ത് വീണ ജാനകിയമ്മയും മുത്തശ്ശിയും കൂടെ ഇന്ന് ഇവിടെ കൊല്ലും. നീ എവിടെ പോവാ? എനിക്കിത്തിരി ചൂടുവെള്ളം വേണമായിരുന്നു. ആ, വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. ചേച്ചി സിദ്ധുവേട്ടന് സൂപ്പ് കൊടുത്തോളൂ. ശരി, പോയി എടുത്തോ. അയ്യോ, അയ്യോ, എവിടെ നോക്കട്ടെ മോളെ. ഒത്തിരി പൊള്ളിയോ? സിദ്ധുവേട്ടന്റെ കൈ പൊള്ളിയോ? എവിടെ നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. ആ, ഭാഗ്യം. സിദ്ധുവിനൊന്നും പറ്റിയില്ല. വാ മോളെ, കൈ കഴുകാം. വാ, എണീക്ക്. മലകെ, നന്നായിട്ട് ചുമന്നിട്ടുണ്ടല്ലോ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടല്ലോ? എന്താ സംഭവിച്ചത്? സിദ്ധുവേട്ടന്റെ ദേഹത്ത് സൂപ്പ് വീണതാ മുത്തശ്ശി. സൂപ്പ് വീണെന്നോ? എങ്ങനെയാ? ദേവികേച്ചി സിദ്ധുവേട്ടന് സൂപ്പ് കൊടുക്കുമായിരുന്നു. അന്നേരം എങ്ങനെ ദേവികേച്ചിയുടെ കയ്യിന്ന് സൂപ്പ് സിദ്ധുവേട്ടന്റെ കയ്യിൽ വീണു. സിദ്ധുവേട്ടന്റെ കയ്യിൽ മാത്രമല്ല, ദേവികേച്ചിയുടെ കയ്യിലും വീണു. സിദ്ധുവിനെ ആഹാരം കഴിപ്പിക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.